ഹായ് നോക്കണ്ട പിന്നെയും പൈപ്പ് ക്ലീനർ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയല്ലേ? ഈ ഉണ്ടാക്കുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥ വരും. സംഭവം വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ കേട്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, വ്യൂസ് ഇല്ല, അതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് യൂട്യൂബ് ചാനൽ ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു. യൂട്യൂബ് ചാനലൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാമെന്ന് ചാനൽ തുടങ്ങി കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. വോട്ടെവർ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു മോട്ടിവേഷൻ കയറി ഞാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അത് റീസ്റ്റാർട്ട് ചെയ്തു, റീഎനേബിൾ ചെയ്തു. അപ്പം 57 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ നേരത്തെ അക്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം 2 സബ്സ്ക്രൈബേഴ്സ്. വാട്ട് ഡിഡ് ദാറ്റ് 55 സബ്സ്ക്രൈബേഴ്സ് ഗോ? മൊത്തം യൂട്യൂബ് ആൽഗോരിതം പോയി കിടക്കുക, സിങ്കിഷ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അത് പിന്നെ 59ആയി. അപ്പോൾ പിന്നെയും ഹാപ്പി. അയ്യോ, 2 സബ്സ്ക്രൈബർ ആയപ്പോൾ ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കൽ. ആൻഡ് ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കിക്കോ. ഇത് ഒരു മറ്റേ ടേപ്പില്ലേ, അതിൻ്റെ നടുക്ക് കമ്പി വെച്ചിട്ട് പിന്നെ 2 സൈഡിലും ടേപ്പ് ഒന്നുകൂടെ ഒട്ടിച്ചിട്ടാണ് ഇലയുടെ ഷേപ്പ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടില്ല. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലായ ഇലയുടെ ഒരു മടക്കും ചെരിവും അതൊക്കെ നിങ്ങൾ വളച്ചെടുക്കുക. എന്നിട്ട് ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 പൂവും ട്വിസ്റ്റ് ചെയ്യുക, 2 ഇലയും അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ആ കമ്പി വെച്ച് തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ആ മറ്റേ ടേപ്പ് ഒന്നും കൂടെ അതിൻ്റെ പുറത്തേക്ക് ഒട്ടിക്കണം. ഇത് ശരിക്കും കുറേ ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയാണ്. ഫില്ലിങ് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ബൊക്കയിലൊക്കെ വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.